ഒരു സ്ത്രീ പുരുഷനെ കൊന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് വിലയിരുത്തപ്പെട്ടത് കോടതി. എന്നാൽ പുരുഷൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നത് അങ്ങനെയല്ലെന്നും കോടതി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നു. കോടതി തന്നെ അത് പറയുകയും ചെയ്യുന്നു. ഇതിലെ വൈരുദ്ധ്യം, ഈ കോടതി രണ്ട് കോടതികൾ ഒരേ ദിവസം നടത്തിയ ഒരു വിധിയുണ്ട് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ കോടതി ചരിത്രത്തിൽ, നമ്മുടെ നിയമ മേഖലയുടെ ചരിത്രത്തിൽ. നാളെ നമ്മുടെ നിയമ വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തുമ്പോൾ പഠിക്കുന്ന ഒരു പ്രധാന വിഷയമാണിത്. നമ്മുടെ രാജ്യത്ത് ഒരേ ദിവസം, അതായത് രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു സംസ്ഥാനത്തിലും തെക്കേ അറ്റത്തുള്ള നമ്മുടെ കേരളത്തിലും നടത്തിയ ഈ വിധി നാളെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ, നിയമം പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ തയ്യാറായി വരുന്നതാണ്. ഇതിലെ വൈരുദ്ധ്യം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ വൈരുദ്ധ്യത്തെ നമുക്ക് കാണാതിരിക്കാനും കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇങ്ങനെ ചില നിലപാടുകൾ എത്തിയത്? എന്തായാലും നമുക്ക് അറിയില്ല. അതിൽ നീതിന്യായ രംഗത്ത് നിൽക്കുന്നവർ തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകട്ടെ. എന്തായാലും ഒരു ചീഫ് ജസ്റ്റിസ്, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം റിട്ടയറായി. ഇപ്പോൾ അദ്ദേഹം പൊതുമാധ്യമത്തിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മാധ്യമത്തിലൂടെ ഈ വിധിയെ കണിശമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഈ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പരിശോധിക്കേണ്ടത് തന്നെയാണ്, പഠിക്കേണ്ടത് തന്നെയാണ്. അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും പാറശാലയിലെ ഷാരോൺ രാജ് എന്ന യുവാവിനെ കൂട്ടുകാരി വിഷം ചേർത്ത് കഷായം നൽകി കൊലപ്പെടുത്തിയ സംഭവം കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ രാത്രി ഡ്യൂട്ടിക്കിടെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് രാജ്യത്ത് നടുക്കിയ സംഭവവുമാണ്. ഈ രണ്ട് കേസുകളിലും വിചാരണ കോടതികൾ കഴിഞ്ഞ തിങ്കളാഴ്ച ശിക്ഷാവിധി പുറപ്പെടുവിച്ചു. പാറശാല കേസ് അന്വേഷിച്ച കേരള പോലീസിന് കോടതിയുടെ അഭിനന്ദനം ലഭിച്ചു. ആർജിക്കർ കേസ് അന്വേഷിച്ച CBIക്കെതിരെ പ്രതിഷേധവും ആക്ഷേപവും ഇരമ്പുകയും ചെയ്തു. ഇപ്പോഴും ആ പ്രതിഷേധം നിലനിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ. പാറശാല കേസിൽ മുഖ്യപ്രതി ഗ്രീഷ്മ എന്ന 24-കാരിക്ക് കോടതി വധശിക്ഷയാണ് വിധിച്ചത്. ആർജിക്കർ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് കൽക്കത്തയിലെ സെഷൻസ് കോടതി വിധിച്ചത് ജീവിതാവസാനം വരെ തടവാണ്. കുറ്റകൃത്യത്തിൽ ഒന്നിലേറെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അത് കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസിയായ CBI പരാജയപ്പെട്ടെന്നുമുള്ള ഒരു വികാരമാണ് കോടതിയിലെ വന്നത്. അത് ഭിഷഗ്വര സമൂഹവും മറ്റും അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരതിൻ്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ആരോപണം അവർ ഉയർത്തുന്നുമുണ്ട്. എന്തായാലും വിധി പ്രസ്താവനയ്ക്ക് ശേഷം കോടതിക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി എന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഒരു കോടതി വിധിക്കെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങുക, അവരെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത എവിടെയാണ് പോകുന്നത്, എന്താണ് പോകുന്നത് എന്നതാണ്. ആകപ്പാടെ നമുക്ക് ഒരു ആശ്രയം എന്നത് നമ്മുടെ നാട്ടിൻ്റെ, നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള രാജ്യത്തും എല്ലായിടത്തും നമുക്ക് ആകെ ഒരു ആശ്രയം കോടതിയാണ്. അന്തിമ ആശ്രയം കോടതിയാണ്. നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും നമ്മളെ സംരക്ഷിക്കാനില്ല. അതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ നികുതി കൊടുത്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന സമൂഹത്തിലെ മറ്റ് പലരും നമുക്ക് ഗുണകരമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആകെ ഉള്ളത് കോടതിയാണ്. പക്ഷെ കോടതിയും ഇങ്ങനെയാകുമ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. എന്തായാലും വിധിയിൽ തൃപ്തിയില്ലെന്നും പ്രതിക്ക് വധശിക്ഷ ലഭിക്കണം, ആർജിക്കർ കേസിലെ വധശിക്ഷ ലഭിക്കണമെന്നാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി പോലും, അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജി പോലും പറഞ്ഞത് വിധിക്ക് എതിരായിട്ടാണ്. സ്വന്തം കോടതി, നാട്ടിലെ, രാജ്യത്തെ, അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തെ കോടതിയുടെ വിധിയെ അവിടുത്തെ മുഖ്യമന്ത്രി പോലും എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി തന്നെയാണ്. അത് മറുപടി വരേണ്ടതും ഇതിന് പരിഹാരം കാണേണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അപൂർവങ്ങളിൽ അപൂർവം എന്നത്. അതാണല്ലോ ഈ ഗ്രീഷ്മ വിധിയിൽ കോടതി പറഞ്ഞത്, അപൂർവങ്ങളിൽ അപൂർവം എന്നത്. എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം? പലരും ചോദിക്കുന്നുണ്ട്. അതായത് കുറ്റകൃത്യത്തിന് മാത്രമേ, അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന് മാത്രമേ വധശിക്ഷ പാടുള്ളൂ എന്നാണ് 1980 ഒരു വിധിയിലാണ് സുപ്രീം കോടതി ഇത് വിധിച്ചത്. അത് 1980 ബച്ചൻ സിംഗും പഞ്ചാബ് സർക്കാരുമായുള്ള തമ്മിലുള്ള ഒരു കേസിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി കൊണ്ടുവരുന്നത്.
അതിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വാക്കും വരുന്നത്. അതിൽ പിന്നെ ഈ വിഷയത്തിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ പൊതുവെ പിന്തുടർന്നു പോരുന്ന കീഴ്വഴക്കമാണ് ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന ഇത്. അത്യസാധാരണ സന്ദർഭങ്ങളിൽ മാത്രമേ വധശിക്ഷ നടപ്പിലാക്കുക, അങ്ങനെ ചെയ്യാവൂ എന്നും ഒരുമാതിരിപ്പെട്ട, അതായത് ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട കേസിലൊക്കെ തടവ് ശിക്ഷ മതിയെന്നുമാണ് ബച്ചൻ സിംഗ് കേസിൽ പരമോന്നത കോടതി പുറപ്പെടുവിച്ച അനുശാസനത്തിൻ്റെ സത്ത എന്നത്. എന്തായാലും വിചാരണ കോടതികൾ ഈ സത്ത ഉൾക്കൊള്ളാതിരുന്ന സന്ദർഭങ്ങളും ധാരാളമുണ്ട്. എന്തായാലും 1980 ശേഷമുള്ള ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ എമ്പാടും ഇത്തരം ഈ സത്ത, ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ സത്ത ഉൾക്കൊള്ളാത്ത വിധികൾ വന്നിട്ടുണ്ട് എന്നാണ് സത്യം. എന്തായാലും അപൂർവമായ കുറ്റകൃത്യമെന്ന വാദി ഭാഗത്തിൻ്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കുറ്റത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ പ്രായം പരിഗണിച്ചുള്ള ശിക്ഷാ ലഘൂകരണം പ്രതി അർഹിക്കുന്നില്ല എന്നും കോടതി പ്രത്യേകിച്ച് വിലയിരുത്തുകയും ചെയ്തിരുന്നു. പ്രതിക്ക് കുറ്റകൃത്യ പശ്ചാത്തലമില്ലെന്നതിനും ഇവിടെ ഒരു പ്രസക്തിയുമില്ലെന്നും വിധി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് വിധികൾ ഒരേ ദിവസം നമ്മുടെ രാജ്യത്ത് രണ്ട് കോടതികൾ കൊണ്ടുവന്ന ഈ വ്യത്യസ്തമായ വിധികൾ, അതിൻ്റെ വൈരുദ്ധ്യം കൃത്യമായിട്ടും നാളെ പഠന വിഷയം ആകണം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.